ആ നമസ്കാരമുണ്ട്. ഞാൻ സുഭാഷ്. എൻ്റെ യൂട്യൂബ് ചാനൽ മല്ലൂസ് നേപ്പാളിയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ബോഗിൻ വില്ല നമ്മൾ എങ്ങനെ അതിന് ഗ്രാഫ്റ്റിംഗ് ചെയ്യും. കുറേ യൂട്യൂബിലുണ്ട്. ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞ് കുറേ കാണിക്കാറുണ്ട് എല്ലാവരും. അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ പോണു ഞാനും. ഏ ഒരിക്കൽ പരീക്ഷണം ചെയ്തു, സക്സസ് ആയി. അതിൽ 8 എണ്ണം ചെയ്ത് ഒരെണ്ണം മാത്രമേ വന്നുള്ളൂ. ഇപ്പോൾ 9 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം പ്രേക്ഷകർ. അപ്പോൾ എന്താണ്, ഫോളോ മീ. വെട്ടി സെൻറ്ററിൽ വെട്ടും. ഇതിന് ഇങ്ങനെ സെൻറ്ററിൽ വെട്ടി എടുക്കാം. ഇത് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ ഗൈസ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വെട്ടണം. ഈ സൈഡ് ഒന്ന്, ഈ സൈഡ് ഒന്ന്. അപ്പോൾ ഈ ഇതിൽ വന്നിട്ട് കുറച്ച് ഒരു തിന്നാക്കണം, എന്ന് വെച്ചാൽ ഷാർപ്പാക്കണം. എന്താ വെച്ചാൽ ഷാർപ്പാക്കില്ലെങ്കിൽ അത് ഒന്ന് ഓപ്പൺ പോലത്തെ അവർക്ക് കാണിക്കും. ഇങ്ങനെ ഷാർപ്പാക്കണം. അപ്പോ ഇതാ അല്ലേ, ഇതിന് ഇതിന്റെ സെന്റർ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന സെന്ററിൽ ഇങ്ങനെ നമ്മളിടും. ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഗ്രാഫ്റ്റിംഗ്. പിന്നെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് എടുത്ത് ഇതിന് പ്ലാസ്റ്റിക് റിബൺ എടുത്ത് ഇതിനിങ്ങനെ ചുറ്റണം. ചുറ്റി വെക്കണം. എന്തിനാ ചുറ്റുന്ന വെച്ചാൽ ഇതിന് ഫംഗസ് കയറാതിരിക്കാൻ വേണ്ടി, അടുത്തത് കാറ്റ് കയറാതിരിക്കാൻ വേണ്ടി, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം. ഇത് കൂടുതൽ വെയിലത്തായി വെക്കരുത്. 15 ദിവസം ഇതിങ്ങനെ തന്നെ തണലിൽ തന്നെ വെക്കണം. വെള്ളം നനയ്ക്കണം, മൂട്ടിൽ വെള്ളം നനയ്ക്കണം, പക്ഷെ തണലിൽ തന്നെ ഇത് 15 ദിവസം വെക്കണം. 15 ദിവസം കഴിഞ്ഞിട്ട് ഇതിനെ വെയിലത്ത് കാണിക്കാം. പക്ഷെ അതിന്റെ മുമ്പുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഇത് ഇത്ര മാത്രം ചെയ്താൽ പോരാ, ഇതിന് വേറെ ട്രിക്ക് ഉണ്ട്. ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഇതിൽ ഫുള്ളായിട്ട് മൂടി വെക്കണം. പ്ലാസ്റ്റിക് ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഈ ശ്വാസിക്കുന്ന നമ്മൾ ഓക്സിജൻ അല്ലേ, ഇത് നമുക്ക് ഓക്സിജൻ കൊടുക്കും. അപ്പൊ ഈ ഓക്സിജൻ ഒന്ന് പുറത്ത് പോകാൻ ഇതിന്റെ അകത്ത് തന്നെ ഇരുന്ന് ആ ഓക്സിജൻ പിന്നെ വേറെ കെമിക്കൽ ചെയ്യുന്നത് എന്താവും, വെള്ളമാവും. ആ വെള്ളം തന്നെ ഇതിന് ആവശ്യമുള്ള വെള്ളം ഇതിന് തന്നെ കൊടുക്കും. അതിനാണ് നമ്മൾ ആ പൊടിക്കുന്നത്. എന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നത്. നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മൂട്ടിൽ മാത്രം നനച്ചാൽ മതി. അത് ഒരു 15 ദിവസം സർക്കിളായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് എടുക്കാം. പക്ഷേ ഇത് ഊറരുത്. ഇതങ്ങനെ ഒരു തുടർന്ന് ഒരു 2 മാസം 3 മാസം വെക്കാം. പിന്നെ നോക്കണം, ഇത് കിളുത്ത് വരും. ഒരു ചെടിയിൽ എത്ര എണ്ണം വെക്കാം? 5 6 എണ്ണം വെക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ബോഗിൻ വില്ലയ്ക്കുള്ള ചെയ്യാനുള്ള ടെക്നിക് ഇതാണ് ഗൈസ്. ഇങ്ങനെ കട്ടി വെക്കുക. ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ മൂടണം. അപ്പോൾ ഇത് കാരണം എന്താ പറഞ്ഞിട്ടുള്ള അറിയാനുള്ള കാരണം, അതാണ് കാരണം. ആ കാരണത്തിന് വേണ്ടിയാണ് നമ്മൾ കട്ടി വെക്കുന്നത്. 15 ഡേയ്സ് 15 ദിവസം ഇങ്ങനെ വെക്കും. സൺസൈഡ് ഭാഗത്ത്. അത് കഴിഞ്ഞ് 15 ഡേയ്സ് കഴിഞ്ഞ ശേഷം പുറത്ത് വെക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്തെങ്കിൽ ഇനി എത്ര എണ്ണം ചെയ്തിട്ടുണ്ടോ അറിയാം. കണ്ടോ, എല്ലാം ചെയ്യാം. മൊത്തം 9 എണ്ണം. ഒരേ ചെടിയിൽ 9 എണ്ണം. 9 പൂക്കൾ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അടിപൊളി ഉണ്ടാവും അല്ലേ? അപ്പൊ പൂത്ത ശേഷം ഞാൻ കാണിക്കാം. അത് കാണിക്കാൻ എനിക്ക് 1 മാസം സമയം തരണം. ഓക്കെ, വേറെ രക്ഷയില്ല. ഒരു മാജിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ടക്കിന് വന്ന് ടക്കിന് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ 1 മാസം വെയിറ്റ് ആൻഡ് സീ എന്ന് പറയില്ല, അങ്ങനെ ചെയ്യുക. അപ്പൊ ഇതാണ് സംഭവം. ഇത്ര പാക്കറ്റ് ചെയ്തത് ഒറ്റ മരത്തിൽ ഇങ്ങനെ ഒരു ബോഗൻ വില്ല ചെടിയിൽ ഇത്ര എണ്ണം ചെയ്തത്. 9 എണ്ണം ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് 9 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 15 ദിവസം ഇവിടെ തന്നെ കാണും. നിഴലിൽ തന്നെ, ഈ ചെടീൻ്റെ നിഴലിൽ കാണും. പിന്നെ എല്ലാം സെറ്റായി ശരിയാക്കിയിട്ടുണ്ട്. ഇനി 15 ദിവസം കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ ലിങ്ക് മല്ലൂസ് നേപ്പാളിയാണ്. അതിൽ നോക്കുക. എൻ്റെ ലിങ്ക് താഴെ ഉണ്ട്, അതിൽ നോക്കുക. അടുത്ത എപ്പിസോഡ് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് പാർട്ട്, ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ശരി. എന്നാൽ ബൈ.